കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിൽ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ നീതി എന്ന സമാധാന ഫലത്തിനെ കുറിച്ച് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു കഷ്ടപ്പാടുകൾ, ഏതോ ഒരു കഷ്ടപ്പാടുകൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ വേദനകൾ വരുന്നതുണ്ട്. അത് നാം പാപം ചെയ്തിട്ട് വരുന്നത് കൊണ്ട്, പൈശാചികനെ കൊണ്ടുവരുന്നത് കൊണ്ട് ദൈവം തരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും അത് ആ തൽക്കാലത്തിൽ അത് ഭയങ്കര വേദനയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് അതിൽ കൂടെ കടന്നു പോകുവാൻ നിവൃത്തിയില്ലാത്ത ഒന്നുമായിരിക്കും. പക്ഷേ അതിൽ അഭ്യാസം പ്രാപിച്ചവർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒന്ന് ജയിച്ച് വരുന്നവർക്ക് പിന്നത്തേതിൽ അത് ഈ പറഞ്ഞതിൽ ആ ഒരു പ്രയാസങ്ങൾ കഷ്ടമായി തോന്നുകയേയില്ല. പ്രിയ ദൈവമക്കൾ, നമുക്ക് നേരെ കഷ്ടം വരുമ്പോൾ അതിൽ നാം ഏറ്റവും വേണമെന്നുള്ളത് ഒരു ദീർഘക്ഷമ നമുക്ക് വേണം. എന്ന് പറഞ്ഞാൽ ആ ഒരു കഷ്ടം സഹിക്കുവാനുള്ള ഒരു കൃപ വേണം. അടുത്ത് നമുക്ക് ക്ഷമ വേണം, അടുത്തവരോട് ക്ഷമിക്കും, ഒരു താഴ്മ വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം നമ്മളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എതിരായിട്ട് വരുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും നമുക്ക് അതിന് മറികടന്ന് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തിൽ ഏതൊരു കഷ്ടപ്പാടും നമുക്ക് ആദ്യം അതിൽ നിന്ന് വെളിയിൽ വരുവാൻ, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ ആദ്യം നമുക്കത് ഭയങ്കര വേദന ഉണ്ടാകും ഹൃദയത്തിൽ. പക്ഷേ അത് ഒരു 1-2 പ്രാവശ്യമായി കഴിഞ്ഞ് ആ ഒരു വേദനയെ സഹിച്ച് അധികം നമ്മൾ അവരെ ഒന്നും പറയാതെ, അല്ലെങ്കിൽ നമ്മെ തന്നെ സഹിച്ച് യേശുവിനെ നോക്കി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പം പിന്നെ അവർ അതിനേക്കാൾ അപ്പുറം പറഞ്ഞാലും നമുക്കതിലൊരു വേദന ഉണ്ടാകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാം നോക്കിക്കൊള്ളുമെന്നുള്ള ഒരു സമാധാനം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സമാധാനമാണ് ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കത് സഹിക്കുവാൻ കഷ്ടമാണെങ്കിലും അതിൽ തന്നെ നമ്മൾ ഊറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ പഴകിപ്പോകുമ്പോൾ അത് നീതി എന്ന സമാധാനം നമുക്ക് നൽകുമെന്ന് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാക്കേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ വരുമ്പോൾ പ്രാർത്ഥന മുടങ്ങിപ്പോവും, ഉപവാസം മുടങ്ങിപ്പോവും, ചർച്ചയിൽ പോകുന്നത് മുടങ്ങിപ്പോവും, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുടങ്ങിപ്പോവും. ഇങ്ങനെ നാം എന്തിലൊക്കെ ഒരു മുടക്കം വന്നിട്ടുണ്ടോ അതിൽ ഒന്നുകൂടെ നിവർന്ന്, ഒരു മുടന്തുള്ള കാലിന് നിവർത്തുന്നത് പോലെ നിവർത്തണമെന്ന് പൗലോസ് പറയുകയാണ്. അടുത്ത് പറയുകയാണ്, ദോഷമാകും നിങ്ങളുടെ കാലിന് പാന്നിട്ട് എല്ലാവരോടും സമാധാനം ആലോചിച്ച് ശുദ്ധീകരണം പ്രാപിപ്പിൻ, ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് കഷ്ടം തന്നവരോടും പ്രയാസം തന്നവരോടും ഒരു നിരപ്പ് പ്രാപിപ്പാനും ശുദ്ധീകരണം പ്രാപിപ്പാനും പൗലോസ് പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ശുദ്ധീകരണമില്ലാതെ ദൈവത്തിനെ കാണുവാൻ കഴിയയില്ല. അപ്പോൾ നാം ഈ ലോകത്ത് ജീവിക്കുന്നതും പാടുകൾ പെടുന്നതും എല്ലാം കർത്താവിൻ്റെ മുഖത്തെ ഒന്ന് കാണണമെന്നാണ്. പ്രിയ ദൈവമക്കളെ, നാം ഒരു നിരപ്പിൻ്റെ ഒരു സുവിശേഷം നാം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നാം എല്ലാവരോടും നിരപ്പ് പ്രാപിപ്പാനും സ്വർഗരാജ്യത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ മുഖം ദർശിപ്പാൻ കഴിയുകയുള്ളൂ. പക്ഷെ നാം കഷ്ടങ്ങൾ സഹിച്ചു കഴിയുമ്പോൾ നമുക്ക് നീതി എന്ന സമാധാനത്തിൻ്റെ ഫലം സമ്പൂർണ്ണമായി കർത്താവ് നൽകുമെന്ന് വചനം പറയുമ്പോൾ നാം കൊടിയമട്ട് നാം സഹിഷ്ണുതയോടും ക്ഷമയോടും ലോകജീവിതം കഴിച്ചു കൂട്ടുവാൻ ദൈവം നമുക്ക് ഓരോരുത്തരും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദൈവമേ അങ്ങ് ക്രൂശിൽ ദൈവമേ എല്ലാ പാടുകളും സഹിച്ചതുപോലെ ഞങ്ങളും സഹിച്ച് കർത്താവെ നീതി എന്ന സമാധാനത്തിൻ്റെ ഫലം അനുഭവിപ്പാൻ ഞങ്ങൾക്കും കൃപ തരണമേ. കർത്താവെ, അങ്ങയുടെ വരവിൽ കർത്താവെ ഞങ്ങളും ചേർക്കപ്പെട്ട് അങ്ങയുടെ രാജ്യത്തിൽ വന്ന് കർത്താവിൻ്റെ മുഖം കർത്താവെ മുഖാമുഖമായി ഞങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.